2 മാസം കഴിഞ്ഞ് എല്ലാവരെയും കണ്ടപ്പോ എന്താ ഒരു സന്തോഷം അല്ലേ ടീന? അതെ, മേഴ്സിയും അനിതയും സെറീനയുമൊക്കെ ഞാൻ ചെല്ലുമ്പോൾ എന്നെ കാത്തു നിൽക്കുകയായിരുന്നു. അവരെ കണ്ടപ്പോൾ എന്താന്നറിയില്ല, വല്ലാത്തൊരു സന്തോഷം. ശരിക്കും ഫ്രണ്ട്സൊക്കെ ഒരു അനുഗ്രഹം തന്നെയാ അല്ലേ ടീന? അതെ, നല്ല ഫ്രണ്ട്സ്. നല്ല കൂട്ടുകാരാണെങ്കിൽ നമ്മൾ അവരോടൊപ്പം നന്നാവും. പക്ഷെ മറിച്ചാണെങ്കിൽ ചീത്തയാവാനും എളുപ്പാ. ആ കള്ള കാർലോസിനെ പോലുള്ള കൂട്ടുകാരാണെങ്കിൽ അത് മതി ഒരു ജീവിതകാലം മുഴുവൻ നശിക്കാൻ. ശരിയാ, റോക്കി ചേട്ടനൊക്കെ കുറെ നശിച്ചത് ആ കൂട്ടുകെട്ട് കൊണ്ടുകൂടിയാ. നമ്മുടെ ഇടവകയിൽ തന്നെ റോക്കി ചേട്ടനെ പോലെ അത്രയും നല്ലൊരു പെയിന്റർ വേറെയില്ല. പക്ഷേ എന്താ പ്രയോജനം? ശരിക്കും ഈ നല്ലത് ചീത്തത് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ശരിയാ ടീന? അതെന്താ ടോം അങ്ങനെ ചോദിച്ചേ? അല്ല, ഇപ്പൊ ഒരു കുട്ടി മധുരമുള്ള എന്തെങ്കിലും കട്ട് തിന്നാന്നിരിക്കട്ടെ, ഓക്കെ, ആ കുട്ടിക്ക് അത് നല്ലതല്ലേ? എന്നാൽ അതിന്റെ മാതാപിതാക്കൾക്കോ അത് നല്ലതാണോ? അല്ല, കാരണം ആ കുട്ടിയുടെ പല്ല് നശിക്കാനും മറ്റുമെല്ലാം അത് കാരണമാകും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് മോശമായ കാര്യമാണ്. ശരി, പക്ഷേ ആ കുട്ടി ഇപ്പോൾ ടീനയ്ക്ക് ഇഷ്ടമുള്ള ഒരു മധുര പലഹാരത്തിന്റെ പേര് പറയൂ. അത് കുറെയുണ്ട്. ഹോ, കൊതിച്ചി. ഏതെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നിന്റെ പേര് പറ. എന്തിനാ, വാങ്ങിച്ചു തരാനാണോ ടോം? അതെ, എത്ര കിലോ വേണമെന്ന് മാത്രം പറഞ്ഞാ മതി മോളെ. ഒന്ന് പറ ടീന. ഹൽവ. എനിക്ക് ഹലുവ ഇഷ്ടാ. കറുത്ത ഹലുവയാണോ? കറുത്തതും കുഴപ്പമില്ല, പക്ഷേ പാൽ ഹൽവയാ എനിക്ക് കൂടുതൽ ഇഷ്ടം. ഹോ, പറയുമ്പോ തന്നെ കൊതി വരുന്നു അല്ലേ ടീന? അതെ, ഡാഡിയോട് പറഞ്ഞു നോക്കാം. അതിരിക്കട്ടെ, എന്തോ പറയാനല്ലേ ഇപ്പോ ഇതൊക്കെ എന്നോട് ചോദിച്ചേ? അതെന്താ? അത് നമ്മുടെ കുട്ടി. അതെ, മധുര പലഹാരങ്ങൾ കട്ട് തിന്നുന്ന ചീത്ത കുട്ടി. ആ കുട്ടി കട്ട് തിന്നുന്നത് പാൽ ഹൽവയാണെങ്കിലോ ടീന? ഓ ശരിയാ, അതിന് കുറ്റം പറയാൻ പറ്റില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരേ കാര്യം തന്നെ ചിലപ്പോൾ ചിലർക്ക് ശരിയും അതേസമയം ചിലർക്ക് തെറ്റുമായി തോന്നാം. ഇല്ല ടോം, ആ കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെയാ ശരി. കാര്യം പാൽ ഹൽവയൊക്കെ ആണെങ്കിലും അത് കഴിക്കാൻ എന്നെപ്പോലെ ആ കുട്ടി വളർന്നിട്ടില്ലല്ലോ, അല്ലേ? ഇല്ല, അതൊരു 3 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണെന്ന് വിചാരിച്ചോ? അപ്പോൾ പുതിയ പല്ലൊക്കെ വരുന്നത് വരെ ആ കുട്ടി അതിന്റെ മാതാപിതാക്കൾ പറയുന്നതനുസരിച്ച് മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. അപ്പോ ആ ഹലുവ കഴിക്കാൻ വേണ്ടി ആ കുട്ടി അത്രയും വർഷം കാത്തിരിക്കണോ? വേണമെന്നില്ല. പിന്നെ? പക്ഷേ കട്ട് തിന്നാൻ പാടില്ല. വീട്ടുകാരോട് ചോദിച്ചാൽ അവർ തരും ആവശ്യത്തിന്. അത് തിന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നന്നായി ആ ഇത്തിരി പല്ലുകൾ ബ്രഷ് ചെയ്താൽ മതി. പക്ഷെ കട്ട് തിന്നുന്നതിന്റെ ആ ഒരു ത്രില്ല് കിട്ടില്ല. അത് ശരിയാ. പക്ഷേ ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ കട്ട് തിന്നാണ് വലുതാകുമ്പോൾ വലിയ കള്ളന്മാരാകുന്നത്. അതുകൊണ്ട് ഇതിൽ ഒരു ശരിയേ ഉള്ളൂ, കേട്ടോ ടോം? ടോം എന്താ അവിടെ നിന്നെ? ഒന്നുമില്ല, 2 മാസമായില്ലേ ഈ ബാഗ് ചുമന്നിട്ട്. മുതുക് വേദനിക്കുന്നു. നമുക്ക് നടന്നത് മതി, ഇനി സൈക്കിളിൽ പോവാം. ഓക്കെ, പക്ഷെ ടോം ചവിട്ടണം. ഓക്കെ. ടീന, ഞാൻ മാത്സിന്റെ ടെക്സ്റ്റ് എടുത്തിട്ടില്ല. ഞാൻ വീട്ടിൽ പോയി വേഗം എടുത്തോണ്ട് വരാം. ടീന ക്ലാസ്സിൽ കയറിക്കോ. ഓ എന്റെ ടോം, ഇനി അതിനു വേണ്ടി വീട് വരെ പോയാൽ ക്ലാസ്സിൽ ടോമിനെ കാണാതെ ടീച്ചർ എന്നോട് ചോദിച്ചാൽ ഹോ എനിക്ക് വയ്യ. ടീച്ചർ വരുന്നതിന് മുമ്പ് ഞാനെത്തും. അറിയാലോ ഞാൻ റേസറാണെന്ന്. റേസർ ഗോപി. ടോം, ബാഗ് ഇവിടെ വെച്ചിട്ട് പോ. പിന്നെ ബുക്ക് മാത്രം എടുത്തിട്ട് വന്നാൽ പോരെ? ഓ, അതൊന്നും വേണ്ട. ഇനി എന്റെ ബാഗ് മാത്രം എങ്ങനെയെങ്കിലും ടീച്ചറിന്റെ കണ്ണിൽ പെട്ടാ അത് മതി എന്നെ പൊക്കാൻ. പിന്നെ അല്ലാതെ ടോമില്ലെന്ന് ടീച്ചറിന് മനസ്സിലാവില്ലല്ലോ. ഞാൻ എന്തായാലും കയറാൻ പോകുന്നു.
പുതിയ ഫോൺ, പിന്നെ പണം, സ്വർണവുമുണ്ട്. സ്വർണം മമ്മിക്ക് കൊടുക്കാം, പണം ഡാഡിക്കും, ഫോൺ എനിക്ക്. അപ്പൊ ടീനയ്ക്കോ? ആ പ്ലാസ്റ്റിക് പാക്കറ്റ് ടീനയ്ക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ടീനയ്ക്കൊന്നും വേണ്ട. ഇതവളെങ്ങനെ അറിഞ്ഞ? ഇതും കളവാന്ന് പറയും. ഇത് ദൈവം എനിക്കും മമ്മിക്കും ഡാഡിക്കും വേണ്ടി മാത്രം തന്നതാ. വേഗം വീട്ടിൽ പോയി തിരിച്ചെത്തിയോ? ഇതെങ്ങനെ? ആ വളവെത്തിയപ്പോ എനിക്കൊരു സംശയം തോന്നി. ഞാനൊന്ന് ബാഗ് നോക്കിയതാ, ബുക്ക് ബാഗിൽ തന്നെ ഉണ്ടായിരുന്നു. ടോം, ഇന്ന് ടോമിന് എന്തു പറ്റി? എന്താലോചിച്ചിരിക്കുവായിരുന്നു? എല്ലാ പിള്ളേരും ചിരിക്കുവായിരുന്നു. നല്ല തല്ലും കിട്ടിയല്ലേ? നല്ല വേദന. കണ്ടോ ടീന? ഈ ടീച്ചറിന്റെ തലയിൽ തേങ്ങ വീഴും. ആ തടിയും ചൂരലും വെച്ച തല്ലിയത്. പിന്നെ തേങ്ങയൊക്കെ ടോം പറയുന്നതിനു വേണ്ടി കാത്തിരിക്കുവല്ലേ? ഒന്ന് പോട്ടോ. പിന്നെ ആ ടീച്ചർ ഡാഡിയെ കാണുമ്പോൾ പറയുമെന്നാ പറഞ്ഞ്. ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? ഞാനിപ്പോഴേ ഡാഡിയോട് പോയി കാര്യങ്ങൾ പറയും. ഡാഡി എന്തായാലും തല്ലാനൊന്നും പോകുന്നില്ല. മമ്മി ആയിരുന്നേ ടോമിന് പെരുന്നാളായനെ. മമ്മി അടുത്ത ആഴ്ച വരുന്നുണ്ടെന്നാ പറഞ്ഞേ. ടോം ഇത് മുന്തിക്കൊണ്ട് നടക്കാനായിരുന്നേ. എന്തിനായി കുന്തമെടുത്ത്? ടോം, ദേ ചോട്ടും സോനുവും. ഇത്രയും നാൾ ഇവര് രണ്ടുപേരും എവിടെയായിരുന്നു? ആ, എന്തായാലും അവര് വിളിക്കൂ ടോം. ചോട്ടു, സോനു. ചോട്ടു, ദേ ടോമും ടീനയും. ആ, എവിടെ ആ ടോം, ടീന? നിങ്ങളൊക്കെ എവിടെയാ? രണ്ടുപേരെയും കണ്ടിട്ട് എത്ര നാളായി? ഈ വെക്കേഷന് നിങ്ങളെ നന്നായി മിസ് ചെയ്തു. അതുപോട്ടെ, ധൃതി പിടിച്ച് നിങ്ങൾ രണ്ടുപേരും കൂടി എങ്ങോട്ടായിരുന്നു? ഒന്നും പറയണ്ട ടീന. ഈ ചോട്ടുവിന്റെ കയ്യിൽ ഞങ്ങൾ കൂട്ടിവച്ചിരുന്ന കുറെ ചീസ് കട്ടകളുണ്ടായിരുന്നു. ചോട്ടു രാവിലെ നമ്മുടെ ജോർജേട്ടന്റെ മച്ചിൽ കയറിയതാ. അതിനുശേഷം അതെല്ലായിടത്തും നോക്കി, കാണാനില്ല. എത്ര കഷ്ടപ്പെട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കൂട്ടിക്കൂട്ടി വെച്ചാണെന്നോ എല്ലാം പോയി. സോനു, ചോട്ടു വിഷമിക്കേണ്ട. നിങ്ങൾക്കത് തിരിച്ചു കിട്ടാൻ വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കാം. ബാക്കിയുള്ളവരൊക്കെ എവിടെ? ബെറ്റിയെയും ഫ്രാനിനെയും ഒക്കെ വിളിക്കായിരുന്നില്ലേ? അവരും കൂടെ നോക്കിയാ ചിലപ്പോ. ബെറ്റിയും ഫ്രാനും നോക്കുന്നുണ്ട്. ബെറ്റി കുറെ നേരമായിട്ട് നമ്മുടെ ട്രിപ്പിൾ എം ഗ്യാങ്ങിന്റെ പുറകെയാ. ട്രിപ്പിൾ എമ്മോ? മോഷണ മൂഷിക മൈത്രി. വലിയ കൊള്ളക്കാരായിട്ടുള്ള തൊരപ്പന്മാരുടെ ഗ്യാങ്ങാ അത്. നമ്മുടെ ബെറ്റി അവരെ തന്നെ വിടാതെ വാച്ച് ചെയ്തുകൊണ്ട് കിഴക്കൻ മലയുടെ താഴ്വാരങ്ങളിലുണ്ട്. ഹോ, ഈ മറ്റുള്ളവരുടെ വസ്തുക്കൾ ഒരു മടിയുമില്ലാതെ സ്വന്തമായി കരുതി നശിപ്പിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നവരെക്കാൾ മോശമായ ആൾക്കാർ ഈ ലോകത്ത് വേറെയില്ല. ഒന്ന് പോറ്റീന. അപ്പൊ കൊലപാതകവും മറ്റുമൊക്കെ മോഷണത്തെക്കാൾ നല്ല പ്രവൃത്തിയാണോ? ഇത് മറ്റുള്ളവരുടെ ജീവനല്ലേ അവർ നശിപ്പിക്കുന്നത്, അല്ലാതെ സ്വന്തം ജീവനാണോ? ടീനയോട് തർക്കിക്ക് ഞാനില്ല. ഞങ്ങളുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ തമ്മിൽ തർക്കം വേണ്ട. അതെ, പക്ഷെ എന്തൊക്കെ വന്നാലും അത് കിട്ടിയവൻ ഗതി പിടിക്കില്ല. അത്രയ്ക്ക് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് സ്വരുക്കൂട്ടാൻ. ബേക്കറിയിൽ നിന്നും മറ്റും വീണ് കിട്ടുന്ന ചെറിയ ചെറിയ ചീസ് കഷ്ണങ്ങൾ കൂട്ടിവെച്ചതായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാം നിങ്ങൾക്കത് തിരിച്ചു കിട്ടാൻ. ജിമ്മി ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായിരുന്നേനെ. ജിമ്മി എവിടെ ഇപ്പോ? നമ്മുടെ ജോലിയുമായി റോബിന്റെ ഒരു കാര്യത്തിന് പോയേക്കുവാ. ശരി ചോട്ടു, സോനു, പിന്നെ കാണാട്ടോ. ബൈ. ബൈ ടോം. പിന്നെ കാണാൻ ടോം. നമ്മുടെ ടോമിന് എന്തോ മാറ്റമുണ്ടല്ലോ സോനു. ആ,
എനിക്കും തോന്നി. അത് വിട്, നമുക്ക് തിരച്ചിൽ തുടരാം. ശരിയാ, വാ. ടോമിന് ഇതെന്താ പറ്റിയേ? ഒരുമാതിരി കള്ളന്മാർക്ക് വേണ്ടി സംസാരിക്കുന്നത് പോലെയാ എനിക്ക് തോന്നിയേ. അതല്ല, ഏറ്റവും വലിയ കുറ്റം മോഷണമാണെന്ന് ടീന പറഞ്ഞപ്പോ എനിക്കത് തെറ്റാണെന്ന് തോന്നി, അത്രേ ഉള്ളൂ. എന്താ അത് തെറ്റല്ലേ? ആരാന്ന് നോക്കിയേറ്റോ? ടീനയ്ക്ക് നോക്കിയെന്താ? ഡാഡി ആയിരിക്കും. എന്തായാലും ഡാഡി ആയിരിക്കില്ല. ഡാഡി ഇറങ്ങിയിട്ട് കുറച്ചു നേരമല്ലേ ആയിട്ടുള്ളൂ. മാർക്കറ്റിൽ പോയിട്ട് ഇത്ര പെട്ടെന്ന് എന്തായാലും എത്തില്ല. പിന്നെ ആരായിരിക്കും? ഡാഡി, ഞാൻ പറഞ്ഞില്ലേറ്റോ. കുടിക്കാൻ അല്പം വെള്ളം എടുക്കൂട്ടീന. എന്തു പറ്റി ഡാഡി? എന്തോ വയ്യാത്തതുപോലെ. ടോം, പെട്ടെന്ന് വെള്ളം കൊണ്ടുവാ. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാൻ ടീന. ഡാഡിക്ക് എന്തു പറ്റി? ഏയ്, എനിക്കൊന്നും പറ്റിയില്ല. പക്ഷേ ഞാൻ ഇവിടുന്ന് ഇറങ്ങി കുറച്ചു ദൂരം കഴിഞ്ഞപ്പോ വഴിയിൽ ട്രാഫിക് പോലീസ് വണ്ടി പിടിക്കുന്നുണ്ടായിരുന്നു. ഡാഡിയുടെ വണ്ടിയുടെ എല്ലാ രേഖകളും കൃത്യമല്ലേ? പിന്നെന്താ? ആണ്. ഞാനത് അവരെ കാണിക്കുകയും ചെയ്തു. പക്ഷെ അവർ ലൈസൻസ് ചോദിച്ചപ്പോ ഡാഡിക്ക് പണ്ടേ ലൈസൻസ് ഉള്ളതല്ലേ? പിന്നെന്താ? ഡാഡി, വെള്ളം. താങ്ക് യു ടോം. ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞായിരുന്നു ഡാഡി? അല്ല മോളെ, ഞാൻ ലൈസൻസ് എടുക്കാനായി പേഴ്സ് നോക്കിയപ്പോഴാണ് അത് പോക്കറ്റിൽ ഇല്ലെന്നറിയുന്നത്. ദൈവമേ, അപ്പോൾ പേഴ്സ് പോയോ? അതിൽ പണം അധികം ഉണ്ടായിരുന്നോ ഡാഡി? ഷോ, ഇനി എന്ത് ചെയ്യും? ഡാഡി വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. എങ്ങനെ ശരിയാക്കാൻ? ഒന്ന് പോറ്റോ. പണമധികം ഉണ്ടായിരുന്നില്ല. ഒരു 100-400 രൂപയും കുറച്ച് ചില്ലറകളും. അത് വേണേ പോട്ടെന്ന് വെക്കാം. പക്ഷേ പിന്നെന്താ ഡാഡി? എന്റെ ലൈസൻസ്, ATM കാർഡ്, ഹോസ്പിറ്റൽ കാർഡ്, അങ്ങനെ പലതും. ഇതെല്ലാം നമുക്ക് രണ്ടാമത് എടുക്കാവുന്നതല്ലേ ഉള്ളൂ. അതെ, ടോം പറഞ്ഞത് ശരിയാ. കുറച്ച് കഷ്ടപ്പെട്ടാലും ഇതൊക്കെ നമുക്ക് തിരിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ. അതിലെല്ലാം അങ്ങനെ തിരിച്ചു കിട്ടുന്നല്ല ടോം. അതെന്താ ഡാഡി തിരിച്ചു കിട്ടാത്തത്? പറയാം. നിങ്ങളുടെ മമ്മിയെ ഞാൻ ആദ്യമായി കണ്ടപ്പോ തന്നെ ഇഷ്ടമായിരുന്നു. എന്നിട്ട്? അതും ഇതുമായി എന്താ ബന്ധം ഡാഡി? ഡാഡി മുഴുവൻ പറയട്ടെ ടീന. ഓക്കെ. പക്ഷേ പെണ്ണ് കാണാൻ നേരം ഞാൻ ഒന്ന് മാത്രമേ നിങ്ങളുടെ മമ്മിയോട് ചോദിച്ചുള്ളൂ. എന്താ ഡാഡി ചോദിച്ചേ? ടോമിന്റെ ഒരു ധൃതി കണ്ടില്ലേ? എന്താ ഡാഡി ചോദിച്ചേ? അപ്പോ ടീനയ്ക്കുമുണ്ട് ധൃതി. മമ്മിയുടെ വീട്ടുകാർ നിങ്ങൾക്കെന്തെങ്കിലും മിണ്ടാനോ പറയാനോ ഉണ്ടെങ്കിൽ ആവാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഡാഡി എന്താ ആദ്യമായി മമ്മിയോട് ചോദിച്ചേ? മമ്മി എന്തെങ്കിലും ചോദിച്ചോ? ഇല്ല ടീന, നിങ്ങളുടെ മമ്മി വ്യത്യസ്തയായിരുന്നു. ഒന്നെന്നെ നോക്കി പിന്നെ തല താഴ്ത്തി. എന്നിട്ട് ഡാഡി എന്ത് ചോദിച്ചു എന്ന് പറ. അതെ, സസ്പെൻസ് കട്ട് ചെയ്യൂ ഡാഡി. ഞാൻ മോനിക്കയോട് പറഞ്ഞു എനിക്ക് മോനിക്ക് ഒത്തിരി ഇഷ്ടമായെന്ന്. അപ്പൊ മമ്മി എന്തു പറഞ്ഞു? മമ്മി ഒന്നും പറഞ്ഞില്ല. പക്ഷേ ആ മുഖത്തുണ്ടായിരുന്നു എന്നോടുള്ള ഇഷ്ടം മുഴുവനും. അപ്പോ ഞാൻ പറഞ്ഞു ഇനി കല്യാണം വരെ കാണാൻ പറ്റില്ലല്ലോ എന്ന്. അതുകൊണ്ട് എനിക്കൊരു ഫോട്ടോ വേണമെന്ന്. അപ്പോ എന്നിട്ട് മമ്മിയൊന്നും പറഞ്ഞില്ല. ഞാൻ കരുതി തരില്ലായിരിക്കുമെന്ന്. ഞാൻ ആ മുറി വിട്ടിറങ്ങി. മുതിർന്നവരോട് ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പോ ഫോട്ടോ തന്നേനെ. ഞാൻ ചോദിച്ചില്ല. പക്ഷേ ഞാൻ വീട് വിട്ടിറങ്ങുന്ന നേരം ടെറസിന്റെ മുകളിൽ നിന്നും നിങ്ങളുടെ മമ്മി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഇട്ട് തന്നു. വൗ, മമ്മിയാള് കൊള്ളാലേ. അത് കലക്കി. ആ ഫോട്ടോയാണ് മക്കളെ എനിക്കിന്ന് നഷ്ടമായത്. വിഷമിക്കല്ലേ ഡാഡി.
ടോം, എന്തു പറ്റി? ടീന, ഞാൻ നിങ്ങളെ വിഷമിപ്പിച്ചോ മക്കളെ? ഇല്ല ഡാഡി, നമ്മുടെ നല്ല ഫാമിലി അല്ലേ, എല്ലാം ഷെയർ ചെയ്യുന്ന നല്ല ഫാമിലി. ടോമിനെ കുറിച്ചോർത്ത് ഡാഡി വിഷമിക്കേണ്ട. ഇന്നെന്തോ ടോം ഒരു മാതിരിയാ. ഇതിന്ന് ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്ന വഴി കിട്ടിയതാ. ഓ, അപ്പൊ ഇതായിരുന്നല്ലേ ടോമാകെ വല്ലാതായിരുന്നത്. ഡാഡി, ഇതിൽ സ്വർണ്ണമുണ്ട്, പണമുണ്ട്, പിന്നൊരു മൊബൈൽ, പിന്നൊരു പൊതിയുണ്ട്. ഞാനിത് നമുക്ക് ദൈവം തന്നതായിട്ടാ കരുതിയത്. ടോം, നീ എന്താണ് ഈ പറയുന്നത്? പക്ഷെ ദൈവം ഇന്ന് എൻ്റെ കൂട്ടുകാർ വഴിയും വീട്ടുകാർ വഴിയും കാണിച്ചു തന്നു നഷ്ടപ്പെടുന്നതിന്റെ വേദന. ശരിയാ ഡാഡി, ടോമിന്റെ മുൻപിൽ ദൈവം ചീസ് നഷ്ടമായ ചോട്ടുവിന്റെയും സോനുവിന്റെയും രൂപത്തിൽ ആദ്യം കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാൻ ശ്രമിച്ചു. ശരിയാ, പക്ഷെ ഞാനത് മനസ്സിലാക്കിയില്ല. അപ്പോ ദൈവം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡാഡിയിലൂടെ കാണിച്ചു തന്നു ഞാൻ ചിന്തിച്ചത് തെറ്റാണെന്ന്. എനിക്കെന്റെ തെറ്റ് തിരുത്തണം ഡാഡി. ദൈവമേ, എന്തൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടാലും അവിടുത്തെ അനുഗ്രഹം ആവോളമുള്ള ഒരു കുടുംബം എനിക്കുണ്ടല്ലോ, എനിക്കത് മതി. ഏതോ കല്യാണം നടക്കാൻ പോകുന്ന കുടുംബത്തിലേതാണെന്ന് തോന്നുന്നു ഈ ബാഗ്. അവരിപ്പോൾ എന്തോരം വിഷമിക്കുന്നുണ്ടാവും. വളരെ ശരിയാണ് മക്കളെ. ദേ, ഈ പാക്കറ്റിലൊന്നും നോക്കിയേ, ഒരു ചെറിയ ഡയറി. എന്താണെന്ന് നോക്കിയ ഡാഡി? അന്യരുടെ ഡയറിയൊക്കെ വായിക്കുന്നത് ശരിക്കും മോശം സ്വഭാവമാ. ഇത് ആരുടെയാണെന്ന് അറിയണ്ടേ ടീന? ദേ, ഒരു ചെറിയ കത്തിനോടൊപ്പം ഡയറിയിൽ ഒരു കുറിപ്പ്. എൻ്റെ മകൾ എഴുതാൻ പഠിച്ചതിന് ശേഷം ആദ്യമായി എനിക്ക് എഴുതിയതാണ് ഈ കത്ത്. ഈ വരുന്ന ഞായറാഴ്ച അവൾ വിവാഹിതയാവുന്നു. കാലം എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത്. അച്ഛനും അമ്മക്കും സുഖാണോ? ആകാശം മൊത്തം ഇഷ്ടത്തോടെ അമ്മു. അച്ചടാ, ഈ അമ്മു എന്ത് സ്വീറ്റ് വാവയാ അല്ലേ? ഈ അമ്മുവിന്റെ അച്ഛന് ഇന്ന് നഷ്ടമായിരിക്കുന്നതിൽ വിലമതിക്കാനാവാത്തതാണ് അമ്മു ആദ്യമായി അവർക്കെഴുതിയ ഈ കത്ത്. നമുക്കെങ്ങനെയും അവരെ കണ്ടെത്തണം മക്കളെ. ടോമേ, ആരാണെന്ന് നോക്കിയേ. ഹലോ, മാർക്കസിന്റെ വീടല്ലേ? മാർക്കസ് അവിടെ ഇല്ലേ? അതെ, ഡാഡി ഇവിടെ ഉണ്ടല്ലോ. ആരാ? ഞാനാണ് ഇൻസ്പെക്ടർ ജോബൻ. ഡാഡിക്ക് ഫോൺ കൊടുക്കട്ടോ? ശരി സാർ, ഞാൻ ദേ കൊടുക്കാം. ജോബൻ സാറാ ഡാഡി? ഗുഡ് ഈവനിങ് ജോബൻ സാർ. ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഗുഡ് ഈവനിങ് മിസ്റ്റർ മാർക്കസ്. ഞാൻ വിളിച്ച കാര്യം പറയട്ടെ. അതൊരു സന്തോഷ വാർത്തയായിരിക്കും താങ്കൾക്ക്. പറയൂ ജോബൻ സാർ, കേൾക്കട്ടെ. നിങ്ങളെ കളഞ്ഞുപോയ പേഴ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സത്യം? എന്റെ പേഴ്സ് കിട്ടിയോ? ദൈവമേ, അങ്ങേക്ക് സ്തുതി. ഇതെങ്ങനെ കിട്ടി? ഇത് ആർക്കാണ് കിട്ടിയത് സാർ? സ്പീക്കറിലിട്ടു ഡാഡി. ഞങ്ങളും കൂടെ കേൾക്കട്ടെ. ഞാനൊന്ന് ഹാൻഡ് ഫ്രീയിൽ ഇടുന്നുണ്ട് സാർ. മക്കൾക്കും കേൾക്കണമെന്ന പേഴ്സ് കിട്ടിയ കഥ. അതിനെന്താ, ഒരു വഴിയോര കച്ചവടക്കാരനാ കിട്ടിയ. അയാൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. റോഡിലൂടെ ഓടിയ രണ്ട് എലികളെ തട്ടാതിരിക്കാൻ ബ്രേക്ക് ഇട്ടൊരു ബൈക്കുകാരൻ വീണപ്പോ അയാളെ സഹായിക്കാൻ ചെന്ന ഈ കച്ചവടക്കാരൻ താഴെ കിടന്ന പേഴ്സ് അയാളുടേതാണെന്ന് കരുതി അയാൾക്ക് കൊടുത്തു. അയാളത് അയാളുടേതല്ലെന്നും അയാൾ തന്നെ പോലീസിൽ ഏൽപ്പിക്കാമെന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് തരികയായിരുന്നു. അത് നമ്മുടെ സോനും ചോട്ടുമായിരിക്കോ? അവർ തന്നെയായിരിക്കും. ദൈവത്തിന്റെ പദ്ധതികൾ അപാരം. സന്തോഷമായില്ലേ? ഇനി എന്നെ എന്തോ കാര്യത്തിനായി വിളിക്കാൻ ഒരുങ്ങിയായിരുന്നല്ലേ പറഞ്ഞത്? സന്തോഷമായി സാറേ. എനിക്ക് പറയാനുള്ളതും ഒരു കളഞ്ഞു കിട്ടിയതിന്റെ കാര്യം തന്നെയാ. നമ്മുടെ ടോമിന് ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്ന വഴി ഒരു ബാഗ് കിട്ടി. ഏതോ ഒരു വിവാഹ പാർട്ടിക്കാരുടേതാണെന്ന് തോന്നുന്നു. ആ പേരും വിവരവും വല്ലതുണ്ടോ? ഒരു വിവാഹ പാർട്ടിക്കാർ ഇപ്പൊ വന്നു പോയതേ ഉള്ളൂ. ഡയറിയുടെ ഉടമയുടെ പേര് ഒരു തുളസീധരൻ. അയാളുടെ മകളുടെ പേര് അമ്മു. അത് തന്നെ.
അവരാണിപ്പോൾ ഇവിടെ വന്ന് പോയത്. നല്ല സ്നേഹമുള്ള കുടുംബം. അവർ പരസ്പരം ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും വിഷമിച്ച് തന്നെയാ പോയത്. ഞാൻ ഇപ്പോൾ തന്നെ കൊണ്ടുവന്നു തരാം. സാറ് പറഞ്ഞത് ശരിയാ. ആ കുട്ടി കൊച്ചു പ്രായത്തിലെഴുതിയ ഒരു കൊച്ചു കത്ത് ഞാൻ വായിച്ചിരുന്നു. ആകാശം മുട്ട സ്നേഹമുണ്ട് അവരുടെ ഇടയിൽ. അത് തിരിച്ചറിയുന്ന ദൈവം അങ്ങനെയുള്ളവരെ ഒരിക്കലും കൈവിടുകയില്ല. വളരെ സത്യം. ശരി സാർ, ബൈ. സർവശക്തനായ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. Tormentina.